രക്തസാക്ഷികൾ അവർ മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി മരിച്ചവരാണ്. ധീരതയുടെ ഉയരങ്ങളിൽ എല്ലാവർക്കും വെളിച്ചമായി. രക്തസാക്ഷിത്വത്തിന്റെ അമരത്വം ഏറ്റുവാങ്ങിയ അനശ്വര രക്തസാക്ഷി സഖാവ് കണ്ണിപ്പൊയിൽ ബാബു. ആശയത്തെയെന്നും ആയുധം കൊണ്ട് നേരിടുന്ന ഇരുട്ടിന്റെ മറവിൽ ഭീരുത്വത്തിന്റെ കമ്പളം പുതച്ച RSS കാപാലിക കൂട്ടം ഇല്ലായ്മ ചെയ്തത് ഒരു നാടിന്റെ സ്നേഹമായിരുന്നു, കരുതലായിരുന്നു, കാവലായിരുന്നു. അമ്മമാരുടെ പ്രിയപ്പെട്ട മകനായിരുന്നു, സഹോദരിമാരുടെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു, സഖാക്കളുടെ നാടിന്റെ സർവസ്വമായിരുന്നു. ജനസമ്മതനായ പൊതുപ്രവർത്തകനെ ഇല്ലായ്മ ചെയ്തവർ മനോരോഗികളായി പരലോകം സ്വീകരിക്കുന്ന കാഴ്ചകൾക്കിന്ന് സാക്ഷികളാവുന്ന വർത്തമാനകാലം. നാടിന്റെ നന്മയായിരുന്ന, നാടിന്റെ ചേതനയായിരുന്ന, നാടിന്റെ പ്രിയങ്കരനായിരുന്ന, നാടിന്റെ സർവസ്വമായിരുന്ന സഖാവ് കണ്ണിപ്പൊയിൽ ബാബു. സഖാവ് കണ്ണിപ്പൊയിൽ ബാബു. രക്തസാക്ഷിത്വ വാർഷിക ദിനമാണ് മെയ് 7. ഓർക്കണം നിങ്ങൾ RSS നരാധമന്മാരെ, നിങ്ങൾ വെട്ടിവീഴ്ത്തിയാൽ വെറുതെ അങ്ങ് ചത്തുപോകുന്നവരല്ല രക്തസാക്ഷികൾ. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. ഒരു സഖാവിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ എത്ര ആഴത്തിൽ ജനഹൃദയങ്ങളിൽ ഇടം നേടിയവനായിരിക്കുമെന്ന് സമൂഹം തിരിച്ചറിയുന്നു. കണ്ണിപ്പൊയിലും അങ്ങനെ ജനഹൃദയങ്ങളിൽ സ്നേഹസൗഹാർദ്ദത്താൽ ഹൃദയവിശാലതയിലേക്ക് വളർന്നു വലുതായ നന്മയായിരുന്നു. സഖാവ് കണ്ണിപ്പൊയിൽ ബാബുവിന്റെ വീരോജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഖാവിന്റെ രക്തസാക്ഷി ദിന പരിപാടികളിലേക്ക് സഖാവ് കണ്ണിപ്പൊയിൽ ജീവൻ നൽകിയ ചെങ്കൊടി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സർവരെയും അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.